തിരുവനന്തപുരത്തേക്കാണ് ഇനി ആർ ശ്രീജിത്തിലേക്ക്. ശ്രീജിത്ത്, കേരളം കാത്തിരിക്കുകയാണ് ആരാകും മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ. നമ്പർ ഗെയിം കണക്കാക്കിയാൽ നമ്പേഴ്സ് കൂടുതൽ കെ.സി. വേണുഗോപാലിന് അനുകൂലമാണ്. MLA-മാരിൽ കൂടുതൽ പേരും കെ.സി. വേണുഗോപാലിനെ അനുകൂലിക്കുന്നുണ്ട്. അതേസമയം പൊതുവികാരം, പൊതുഘടകം അത് കണക്കിലെടുത്താൽ അത് വി.ഡി. സതീശൻ അനുകൂലമാണ്. പരിചയസമ്പന്നത കണക്കിലെടുക്കുകയാണെങ്കിൽ അത് രമേശ് ചെന്നിത്തലയ്ക്ക് അനുകൂലമാണ്. എന്തായിരിക്കും ഇതിൻ്റെ ഒരു ഔട്ട്കം എന്നാണ് ആർ ശ്രീജിത്ത് വിലയിരുത്തുന്നത്? ദിലീപ് സൂചിപ്പിച്ച പോലെ മൂന്ന് നേതാക്കൾക്കും അനുകൂലവും പ്രതികൂലവുമായ ഘടകങ്ങളുണ്ട്. ഇവരെ കൂട്ടിയോജിപ്പിച്ച് എങ്ങനെ ഒരു പൊതുവായ തീരുമാനത്തിലേക്ക് എത്തിക്കാൻ കഴിയും എന്നതാണ് ഹൈക്കമാൻഡിന് മുന്നിലുള്ള പ്രധാനപ്പെട്ട കടമ്പ. അല്ലെങ്കിൽ കേരളത്തിലെ സംഘടനയിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങളുണ്ടാകും. മാത്രമല്ല, കേരളത്തിലെ ഭരണം സുഗമമായി മുന്നോട്ട് പോകാത്ത സാഹചര്യം ഉണ്ടാകും. 10 കൊല്ലത്തെ കാത്തിരിപ്പിന് ശേഷം ലഭിച്ച ഭരണം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ആയില്ലെങ്കിൽ ഇപ്പോൾ പിന്തുണച്ച ജനങ്ങൾ അപ്പടി തിരിയുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഹൈക്കമാൻഡിൻ്റെ തീരുമാനം ഏറ്റവും സൂക്ഷ്മതയോടുകൂടിയും ഏറ്റവും പക്വതയോടുകൂടിയുമുള്ളതാകണം എന്നതാണ് ഈ സാഹചര്യം ആവശ്യപ്പെടുന്നത്. കെ.സി. വേണുഗോപാലിന് ദിലീപ് സൂചിപ്പിച്ച പോലെ MLA-മാരിൽ ഭൂരിപക്ഷത്തിൻ്റെയും പിന്തുണയുണ്ട്. MLA-മാർ ജനങ്ങൾ തിരഞ്ഞെടുത്തതാണെങ്കിലും ജനങ്ങൾ തിരഞ്ഞെടുത്ത MLA-മാർ അവരുടെ നേതാവിനെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉപയോഗിച്ച ജനാധിപത്യ അവകാശത്തെ മാനിക്കാതെ മുന്നോട്ട് പോകുന്നത് ശരിയല്ല എന്നൊരു വാദമുണ്ട്. അത് കെ.സി. വേണുഗോപാലിനെ അനുകൂലിക്കുന്നവർ ഏറ്റവും ശക്തമായി ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. നിയമസഭാ കക്ഷിയിലെ ഭൂരിപക്ഷം ഒരു അടിസ്ഥാനമാക്കി കെ.സി. വേണുഗോപാലിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിയോഗിക്കണം എന്നതാണ് അവരുടെ ആവശ്യം. മാത്രമല്ല, മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നത്തേക്കുള്ള അവകാശവാദത്തിൽ നിന്ന് പിന്മാറാൻ കെ.സി. വേണുഗോപാൽ തയ്യാറായിട്ടില്ല. അത്തരമൊരു പിന്മാറ്റം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ലെന്നും പ്രതീക്ഷിക്കുന്നു. എന്നാൽ ഘടകകക്ഷികളുടെ പിന്തുണയും പൊതുവികാരവും വി.ഡി. സതീശന് അനുകൂലമാണ്. പാർട്ടിക്കകത്ത് നിന്ന് അദ്ദേഹത്തിന് കാര്യമായ പിന്തുണയില്ലെങ്കിലും പൊതുവികാരം കണക്കിലെടുക്കുമ്പോൾ സതീശന് അനുകൂലമായിട്ടുള്ള ഒരു വലിയ തരംഗം സംസ്ഥാനത്ത് ഇപ്പോൾ ഈ പ്രകടനങ്ങളായും പ്രതിഷേധങ്ങളായും മറ്റും അലയടിക്കുന്നുണ്ട്. അത് അദ്ദേഹത്തിന് അനുകൂലമായ ഒരു ഘടകമാണ്. എന്നാൽ ഹൈക്കമാൻഡ് വിലക്ക് ലംഘിച്ചും നടക്കുന്ന പ്രകടനങ്ങൾ അദ്ദേഹത്തിന് ദോഷകരമായി മാറുമോ എന്നതും നമ്മൾ കാണേണ്ടതുണ്ട്. അത്തരം ആശങ്കകളും പല കോണുകളിൽ നിന്നും ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ രമേശ് ചെന്നിത്തല ആകട്ടെ, അദ്ദേഹം പാർട്ടിയിലെ സീനിയറാണ്. അദ്ദേഹം കഴിഞ്ഞ 5 വർഷക്കാലം പദവികളൊന്നുമില്ലാതെ വളരെ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാതെ പ്രവർത്തിച്ചു. മാത്രമല്ല, പ്രതിപക്ഷ നേതാവിനൊപ്പം നിൽക്കുന്ന പ്രവർത്തനം അദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പരിചയസമ്പത്തും അനുഭവ സമ്പത്തും ഒക്കെ കണക്കിലെടുക്കുമ്പോൾ ചെന്നിത്തലയെ നിയോഗിക്കണമെന്ന് ആവശ്യമുണ്ട്. എന്നാൽ ഈ കാര്യത്തിൽ ഹൈക്കമാൻഡ് ആരെയും പിണക്കാതെ എടുക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് പോകാനാണ്. അതുകൊണ്ടാണ് അവർ സാവകാശത്തിൽ എടുക്കുന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരം. എന്തായാലും ആരും പിന്നോട്ടില്ല. അതുകൊണ്ട് തന്നെ ഹൈക്കമാൻഡിൻ്റെ ഒരു തീരുമാനം എടുക്കുമ്പോൾ 3 പേരെയും അവരെ പിണക്കാതെ നോക്കുകയും വേണം. അതുകൊണ്ട് തന്നെ തീരുമാനം എങ്ങനെ വരും എന്നതിനെ ആശ്രയിച്ചായിരിക്കും കോൺഗ്രസിൻ്റെ ഇനി അങ്ങോട്ടുള്ള ഭാവി. തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത് ആർ ശ്രീജിത്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.